Hello friends. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ വേർഡ്പ്രസ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോസിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വിൻഡോസിലും ലിനക്സിലും നമുക്ക് എന്ത് ചെയ്യാം, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിൻഡോസിലാണെങ്കിൽ നമ്മൾ വാം സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം, ലിനക്സിലാണെങ്കിൽ ലാം സെർവർ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു PHP ബേസ്ഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു PHP എന്ത് ചെയ്യണം, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് PHPൻ്റെ സെർവർ അല്ലെങ്കിൽ അപ്പാഷെ സെർവർ നമ്മൾ ഇത് ചെയ്യണം. പിന്നെ നമുക്ക് MySQL അല്ലെങ്കിൽ ഇവിടെ റിക്വയർമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, നമ്മൾ എടുത്തിട്ട് wordpress/download എന്ന് കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ ലിങ്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഇവിടെ പറയുന്നുണ്ട് വേർഷൻ 7.4 ഗ്രേറ്റർ PHP ആൻഡ് MySQL വേർഷൻ 5.6 ഓർ MariaDB എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഡാറ്റാബേസോ അല്ലെങ്കിൽ ഈ PHP നമുക്ക് മസ്റ്റായിട്ട് എന്ത് വേണം. അപ്പോൾ വിൻഡോസിലാണെങ്കിൽ നമ്മൾ വാമ്പിൻ്റെ അകത്ത് ഇതാണ് ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് ഇതുണ്ടോ, ഈ ഒരു സിപ്പ് ഫയൽ ഇത് ആദ്യം ചെയ്തതാണ്. ഈ സിപ്പ് ഫയൽ എന്ത് ചെയ്യുക, നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക. അവിടെ വേർഡ്പ്രസ് 5.5 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു വേർഡ്പ്രസ് എന്ന് പറഞ്ഞ ഫോൾഡർ കാണും. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ വിൻഡോസിൻ്റെ അകത്താണെങ്കിൽ വാമ്പിൻ്റെ അകത്ത് വാമ്പ് ഇൻസ്റ്റാൾ ചെയ്തൊരു സീലാണെങ്കിൽ സീൻ്റെ അകത്ത് വാമ്പ് എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് www എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. ലിനക്സിലാണെങ്കിൽ അതിൻ്റെ റൂട്ട് ഡയറക്ടറി അത് ഇതിൻ്റെ അകത്ത് വാറിൻ്റെ അകത്ത് www.html. അപ്പോൾ ഈ റൂട്ട് ഡയറക്ടറി എവിടെയാണോ എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം അതുണ്ടോ, ലോക്കൽ ഹോസ്റ്റ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ വെൽക്കം ടു വേർഡ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. ദി ഫോളോയിങ് ഐറ്റംസ് ബിഫോർ പ്രൊസീഡിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഡാറ്റാബേസ് നെയിം വേണം, പിന്നെ ഡാറ്റാബേസ് യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റാബേസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലോക്കൽ ഹോസ്റ്റ് വരും, ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഡാറ്റാബേസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ അകത്താണെങ്കിൽ phpMyAdmin എടുക്കുക, ലിനക്സിൻ്റെ അകത്താണെങ്കിലും phpMyAdmin എടുത്തു. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് phpMyAdmin ഇൻഡെക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ പാസ്വേഡ് ഉള്ള ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഇത് നമ്മൾ വേർഡ്പ്രസ് എന്ന് കൊടുക്കും. വേർഡ്പ്രസ് എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ, ഇവിടെ ഒരു ഡാറ്റാബേസ് നെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ അകത്ത് ഒന്നുമില്ല. പിന്നെ വരുന്നത് ഡാറ്റാബേസ് യൂസർ നെയിം, പാസ്വേഡ്, അത് നമ്മൾ റൂട്ടും അതിൻ്റെ പാസ്വേഡും കൊടുത്തു, അതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ഡാറ്റാബേസ് ഹോസ്റ്റ്, അപ്പോൾ അതിവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. യൂസർ നെയിം നമ്മളിവിടെ റൂട്ട് എന്ന് കൊടുക്കാം. എന്താണോ നിങ്ങളെ യൂസർ നെയിം വെച്ചാൽ അതാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഡാറ്റാബേസ് ഹോസ്റ്റ്, ലോക്കൽ ഹോസ്റ്റ്, ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ടേബിളിൻ്റെ സ്റ്റാർട്ടിങ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ടേബിളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് റൺ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്ലസ് യൂസർ നെയിം റൂട്ട് ലോക്കൽ ഹോസ്റ്റ്. ഇവിടെ
പറയുന്നത് യു ക്യാൻ ക്രിയേറ്റ് ദി കോൺഫിഗ് മാനുവലി ആൻഡ് ദി ഫോളോയിങ് എക്സിസ്റ്റ് അൺഎബിൾ ടു റൈറ്റ്. അപ്പോൾ ഈ ഫയലിൽ റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിനക്സിലാണെങ്കിൽ ഈ ഒരു ഫയലിന് നമുക്ക് എന്ത് ചെയ്യാം, പെർമിഷൻ കൊടുക്കാം. എന്ത് റീഡ് റൈറ്റിനുള്ള പെർമിഷൻ കൊടുക്കുക. sudo su വേർഡ്പ്രസ്സിന് നമ്മൾ chmod r എന്ന് പറഞ്ഞിട്ട് 77 എന്നിട്ട് നമ്മൾ ആ ഫോൾഡറിന് മൊത്തം കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. വേർഡ്പ്രസ് യൂസർ നെയിം റൂട്ട് 123. അപ്പോൾ വിൻഡോസിൻ്റെ അകത്താണെങ്കിലും ഇങ്ങനെ തന്നെ വരിക. എന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് വേർഡ്പ്രസ് പറഞ്ഞ ഫോൾഡർ കൊടുത്താൽ ഇതേ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ആ ഒരു വാമ്പിൻ്റെയും ഇതിലുള്ള റൂട്ട് ഡയറക്ടറി തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് രണ്ടിലുള്ളൂ. അപ്പോൾ റൺ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടാബിൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇതും കൂടി കംപ്ലീറ്റ് ആയാലേ ആ ടാബിളൊക്കെ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ സൈറ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാം, നമുക്ക് ഒരു പേര് കൊടുത്തു സൈറ്റിന്. അപ്പോൾ അതിൻ്റെ യൂസർ നെയിം എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ആ ഒരു അഡ്മിൻ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സൈറ്റിൻ്റെ ഇത് കൊടുക്കുക. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന പാസ്വേഡാണ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന ഇത് കൊടുക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പാസ്വേഡ് കൂടെ കൊടുത്തു. കൺഫേം യൂസ് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞു. പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് ഒരു ഇമെയിൽ അഡ്രസ്സാണ്. അതിന് ശേഷം ഇൻസ്റ്റാൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഈ ഒരു സൈറ്റിൻ്റെ ടൈറ്റിലൊക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ ടാബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഡാറ്റാബേസ് എടുത്ത് നോക്കിയാൽ കണ്ടോ, ഇതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ കൊടുത്ത WP. ഇതിൻ്റെ അകത്തേക്കുള്ള ടാബിളും കാര്യങ്ങളൊക്കെ ഇതിലേക്കാണ് നമ്മൾ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ആവുന്നത്. അഡ്മിൻ കൊടുത്തു. കണ്ടോ, ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ വേർഡ്പ്രസ് സൈറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഈ ഒരു സൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു പുതിയ സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇത് ഡാഷ്ബോർഡ്, ഇത് വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്താൽ കണ്ടോ, ഇതാണ് അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള വെബ്സൈറ്റാണത്. അപ്പോൾ ഇതിലിനി നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റുകൾ കാണാം. പിന്നെ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ, പേജസ്, അപ്പിയറൻസിൽ നമുക്ക് തീംസൊക്കെ മാറ്റി കൊടുക്കാം. കണ്ടോ, ഇനി വേറെ ആഡ് ന്യൂ തീംസ് എന്ന് കൊടുത്താൽ നമുക്ക് ഒരുപാട് തീംസ് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, 3910 ടെംപ്ലേറ്റുകൾ തന്നെ ഇതിലുണ്ട്. തീംസിൻ്റെ ലേറ്റസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. കണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റമൈസ്, വിഡ്ജറ്റ്, മെനൂസ്, ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യം, ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് നോക്കാം. ഇതിലിപ്പോൾ തീംസിലാണെങ്കിലും ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് തീംസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട തീംസ് ലൈവ് പ്രിവ്യൂ എന്ന് കൊടുക്കാം. നമ്മുടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ കാണാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്ടിവേറ്റ് എന്ന് കൊടുക്കാം. എഡിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ടൈറ്റിൽ കൊടുത്തതാണത്.
ഇപ്പോൾ ഇത് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് WordPress എന്ന് കൊടുത്താൽ എൻ്റർ അടിച്ച് കൊടുത്തില്ല കണ്ടോ, നമ്മളെ സൈറ്റ് ഇതായിട്ട് മാറിയിട്ടുണ്ട്. ബോട്ട് കാര്യങ്ങൾ ബ്ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇമേജ് മാറ്റാം, ഇവിടെ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റ് വരുത്താം, എന്തെല്ലാം കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ എഡിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളെങ്ങനെ ഒരു വേർഡ്പ്രസ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലെങ്ങനെ നമ്മളിപ്പോൾ ഒരു ഡിഫോൾട്ട് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ തീം ആഡ് ചെയ്തു, പിന്നെ അതിൻ്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് എങ്ങനെ നമ്മളൊരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.